5 ഗണിത ചോദ്യങ്ങളും ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സും തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, 3, 5, 7, 9 എന്ന സമാന്തര പ്രോഗ്രഷന്റെ 24ാം പദം എത്ര? 3, 5, 7, 9 എന്ന സമാന്തര പ്രോഗ്രഷന്റെ 24ാം പദം. 3, 5, 7, 9 അതിന്റെ 24ാം പദം, അതായത് T24 എന്ന് വേണേൽ ചുരുക്കി എഴുതാം. T24 എന്ന് പറഞ്ഞാൽ 24ാമത് ടേം പദം എന്നാണ് അർത്ഥം. 24ാമത് പദം സമാന്തര പ്രോഗ്രഷനില് 24ാമത്തെ പദം കാണാൻ എന്താ വഴി? ആദ്യ പദത്തോട് അല്ലെ, ആദ്യ പദം എന്നുള്ളതിന് ചിലപ്പോ എഫ് ഫസ്റ്റ് ടേം എന്ന് ഉപയോഗിക്കാറുണ്ട്, എഫ്, ചിലപ്പോൾ എ എന്ന് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ എ ഉപയോഗിക്കാം. ആദ്യ പദം എ പ്ലസ് 23D ആണ് ഇത് കാണാനുള്ള വഴി. പഠിച്ചു വെച്ചോളൂ. 24ാമത്തെ പദം കാണാനുള്ള വിദ്യ ആദ്യ പദം, അത് എ, അതിന്റെ കൂടെ 23D, 24 ആയതുകൊണ്ട് 23D. ഇനി 20 ആണെങ്കിൽ 19D, 5 ആണെങ്കിൽ 4D, അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണ് 23D. എന്താ ഡി എന്ന് പറഞ്ഞാല്? പൊതുവ്യത്യാസം. എന്താ പൊതുവ്യത്യാസം? അതായത് ഇവിടെ ഇപ്പൊ 4 സംഖ്യകളില്ലേ, തൊട്ടടുത്ത 2 സംഖ്യകൾ 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ 7ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഡി, പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. അതിന്റെ ചുരുക്കാണ് ഡി. ഓക്കെ, അപ്പൊ ഇവിടെ ഡി എത്ര വരും? 2. എ എത്ര വരും? ആദ്യ പദം 3. ഇനി സിമ്പിൾ അല്ലേ, ചെയ്തൂടെ? ആർക്കും ചെയ്യാം അല്ലെ, കണക്കറിയാത്തവർക്കും ചെയ്യാം. എ പ്ലസ് 23D. എ എന്ന് പറയുന്നത് 3 പ്ലസ് 23 ഗുണിക്കണം ഡി 2. 23 ഗുണിക്കണം 2 46. 3 പ്ലസ് 46 49. അതേ ഉള്ളൂ. 49 ഈ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, മഹേഷ് കിഴക്കോട്ട് 5 മീറ്ററും അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് 4 മീറ്ററും നടന്നു. പിന്നീട് 5 മീറ്റർ വടക്കോട്ട് നീങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് 1 മീറ്റർ നടന്നു. ആദ്യ പോയിന്റിൽ നിന്ന് അവൻ എത്ര ദൂരം അകലെ? മഹേഷ് കിഴക്കോട്ട് 5 മീറ്ററും അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് 4 മീറ്റർ നടന്നു. പിന്നീട് 5 മീറ്റർ വടക്കോട്ട് നീങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് 1 മീറ്റർ നടന്നു. ആദ്യ പോയിന്റിൽ നിന്ന് അവൻ എത്ര ദൂരം അകലെ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. പകച്ചൊന്നും നിൽക്കേണ്ട, ചോദ്യത്തിന്റെ വലിപ്പം കണ്ടിട്ട് വെറുതെ ആ ഫിഗർ ഒന്ന് വരച്ചാലുണ്ടല്ലോ, അവൻ നടന്നതിന്റെ ഫിഗർ ഒന്ന് വരച്ചാൽ ഉത്തരം വളരെ നിസ്സാരമാണ്. അപ്പൊ ഞാൻ ആ ഫിഗർ എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് മാത്രം ഒന്ന് കാണിച്ചു തരാം. മഹേഷ് കിഴക്കോട്ട് 5 മീറ്റർ നടന്നു. അപ്പൊ ഇവിടുന്നാണ് തുടങ്ങുന്നത്. കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വലത്തോട്ടേക്കാണ്, വലത് ഭാഗത്തേക്ക് 5 മീറ്റർ നടന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പിന്നെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് 4 മീറ്റർ നടന്നു. വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് നടന്നു 4 മീറ്റർ ഇവിടേക്ക്. ഇത് 4 മീറ്റർ, ഇങ്ങനാണ് 4 മീറ്റർ ഉള്ളത്. ഇവിടെ എത്തിയിട്ട് എന്താ ചെയ്തത്? 5 മീറ്റർ വടക്കോട്ട്, വടക്കോട്ട് പറഞ്ഞാൽ മുകളിലേക്ക്, ഇങ്ങനെയാണല്ലോ മാപ്പ് വരക്കുമ്പോൾ മുകളിലേക്കാണ് 5 മീറ്റർ. അപ്പം ഇവിടേക്ക് നീങ്ങി, ഇത് 5 മീറ്റർ. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. ഇടത്തോട്ട് പറഞ്ഞാൽ ഇതാണ് ഇടത് കൈ. അവിടത്തേക്ക് 1 മീറ്റർ ഇങ്ങോട്ടേക്ക് നടന്നു. ഓക്കെ, ഇവിടെ എത്തി. അപ്പൊ പുറപ്പെട്ടത് നമുക്ക് എ എന്ന് കൊടുക്കാം, അവസാനിച്ചത് ഇവിടെ ബി എന്ന്. ഇനി ഈ ദൂരമാണ് കാണേണ്ടത്. അതെന്ത് ചോദ്യല്ലേ? ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരവും ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരവും 1 മീറ്റർ വിട്ടിട്ടാണല്ലോ ഇവിടെയുള്ളത്. ആകെ 5 മീറ്റർ, 4 ഇങ്ങോട്ട് പോയി കഴിച്ച് ബാക്കി 1, അതുപോലെ ഇവിടെ 1. അപ്പൊ ഇത് സെയിം ദൂരാണ്. എത്ര വരും? ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം 5 മീറ്റർ. ചോദ്യം വളരെ കഠിനമാണ്, ഉത്തരം വളരെ സിമ്പിൾ. ഓക്കെ, അടുത്ത ചോദ്യം, വ്യത്യസ്തമായ നമ്പർ ജോഡി തിരഞ്ഞെടുക്കുക. ഈ 4 ഓപ്ഷൻസിൽ നിന്നാണ് അത് തിരഞ്ഞെടുക്കുന്നത്.
72 12 120 74 48 36 96 84. അത് ഞാൻ എഴുതാം. 72 12 120 74 48 36 96 84. ഇങ്ങനെ 4 ഗ്രൂപ്പ് ഉണ്ട്. എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒറ്റയാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വ്യത്യസ്തമായി തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ചില അക്ഷരങ്ങളായിരിക്കും, ചിലപ്പോൾ സംഖ്യകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത് ചെയ്യുന്നയാൾ നമുക്ക് ഉത്തരം കിട്ടണമല്ലോ. ഒന്ന് ശ്രദ്ധയോടെ നോക്കുക, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ സാമ്യത എന്താണ് മാത്രം നോക്കിയാൽ മതി. വ്യത്യാസമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ആ സാമ്യത്തിൽ നിന്ന് വ്യത്യസ്തമായത് ഏതാണെന്ന് വെച്ചാൽ അത് തിരിച്ചറിഞ്ഞ് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് 72 12 12ന്റെ ഗുണിതങ്ങളാണ്. 12 1 12 12 6 72. ഇത് അതിനകത്ത് പെട്ടില്ല. 48 12ന്റെ ഗുണിതങ്ങളാണ് അല്ലെ. 4 ഗുണിക്കണം 12 3 ഗുണിക്കണം 12. ഇവിടെയോ? ഇവിടെയും അതെ, 12ന്റെ ഗുണിതങ്ങൾ തന്നെയാണ്. 8 12 96 7 12 84. 12ന്റെ ഗുണിതം. അങ്ങനെ 12ന്റെ ഗുണിതമല്ലാത്ത ഒരേ ഒരു സെറ്റ് 120 74. അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 1/3 കുറവാണ്. സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 1/3 കുറവാണ്. സംഖ്യ ഏത്? ബീജഗണിതം എന്ന് പറയുന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം ചെറുതാണ്, പക്ഷെ ചെയ്യാൻ അല്പസമയം എടുക്കും. നമ്മുടെ പരീക്ഷകളിൽ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വരും, നമ്മൾ കുറച്ച് സമയമെടുത്ത് ചെയ്യിക്കാൻ വേണ്ടി. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചാൽ സംഗതി ഓക്കെയാണ്. നോക്കാം. ഒരു സംഖ്യയുടെ എന്നാണ്, സംഖ്യ എന്ന് പറയുന്നത് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം? അത് x ആയിട്ട് എടുക്കണം. ഇത് സംഖ്യ. ഇനി ഈ സംഖ്യയുടെ മുകളിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. സംഖ്യയുടെ 25% എന്ന് പറയുമ്പോൾ x ഗുണിക്കണം 25/100. സംഖ്യയുടെ 25%. ക്ലിയർ? അതെന്താണ്? ആ സംഖ്യയുടെ, ആ സംഖ്യ എന്ന് പറയുമ്പോൾ ഇതിന്റെ തന്നെ ആ സംഖ്യയുടെ 1/3 1/3 എന്ന് പറഞ്ഞാൽ 1/3. x ഗുണിക്കണം 1/3 8 കുറവാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി, ഒരു സമവാക്യം അല്ലെ. അത് വെച്ചിട്ട് എക്സിന്റെ വില, സംഖ്യ ഏത് എന്ന് ചോദിക്കുമ്പോൾ എക്സിന്റെ വില ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാം. 25 ഗുണിക്കണം x എത്രയാ? 25x/100 സമം x ഗുണിക്കണം 1, x തന്നെ, x/3 മൈനസ് 8. 25x/100 സമം x/3 മൈനസ് 8. അത് മനസ്സിലായല്ലോ എങ്ങനെയാണ് അല്ലേ? 25x എങ്ങനെ കിട്ടി? അത് ചോദ്യതാണ്. ഒരു സംഖ്യയുടെ 25% കാണാൻ 25/100 ഗുണിക്കുക. 25 ഗുണിക്കണം x ആണ്, 25x/100. x/3 കിട്ടിയ എങ്ങനെയാണ്? സംഖ്യയുടെ 1/3 എന്ന് പറയുമ്പോൾ x-നെ 3 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. അതിൽ നിന്ന് 8 കുറക്കുന്നത്. ഇത് രണ്ടും തുല്യമാണ്. ഇനി നമുക്ക് അങ്ങനെ ഇതൊന്ന് കണ്ടുപിടിക്കാം. ഇതിന്റെ ഒന്നും അതെന്താ വഴി നോക്കാം. x/3 മൈനസ് 8 ആണ്. ഇതിപ്പോ 2 നിൽക്കുകയാണ്, നമുക്ക് ഒരുമിച്ചാക്കാം. അതായത് ഇവിടെയും ഛേദം ഒന്നാണല്ലോ. അപ്പൊ ഇതുകൊണ്ട് ഗുണിക്കുന്നു, ഇതുകൊണ്ട് ഗുണിക്കുന്നു, ഇതുകൊണ്ട് ഗുണിക്കുന്നു. 1 ഗുണിക്കണം x എത്രയാണ്? അത് x ആണ്. 3 ഗുണിക്കണം 8 24. അതായത് x മൈനസ് 24/3. ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ x/3 മൈനസ് 8നെ നമ്മൾ അത് ചെയ്യുമ്പോൾ, ആ വ്യവകലന ക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? x മൈനസ് 24/3. അതെങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ? x/3 മൈനസ് 8. ഇപ്പൊ ഇത് ഒരു എണ്ണൽ സംഖ്യയാണ്. എണ്ണൽ സംഖ്യ ആവുമ്പോൾ നമ്മൾ ഇതിന്റെ ഛേദം 1 ആയിട്ട് എടുക്കുന്നു.
ആ ഛേദം കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ എക്സ് കിട്ടും. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുമ്പോൾ 24 കിട്ടും. അപ്പോൾ ഇവിടെ മൈനസ് ആണ്. എക്സ് മൈനസ് 24 ഛേദം 3 ഒന്ന് ഗുണിക്കണം 3 തന്നെ. എക്സ് മൈനസ് 24/3 അതാണ് കിട്ടിയത്. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് എന്ത് എഴുതാം? 25x/100 സമം എക്സ് മൈനസ് 24/3. ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അടുത്ത സ്റ്റെപ്പ് എന്താ? ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? 25x ഇവിടെ /3 എന്നുള്ളത് ഗുണിക്കണം 3 മാറും. 25x ഗുണിക്കണം 3 സമം എക്സ് മൈനസ് 24 ഗുണിക്കണം 100. ഓക്കെ, 25x ഗുണിക്കണം 3 എത്രയാ? 75x സമം 100 ഗുണിക്കണം x 100x മൈനസ് 24 ഗുണിക്കണം 100 2400. ഓർമ്മിക്കുക, ഇങ്ങനെ ബ്രാക്കറ്റിന് പുറത്ത് ഒരു സംഖ്യ ഇട്ട് ഗുണിക്കണമെങ്കിൽ ബ്രാക്കറ്റിനകത്ത് ഏതൊക്കെ സംഖ്യകളുണ്ടോ അതിനെയൊക്കെ പുറത്തുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം. അത് എക്സിന് മാത്രം ഗുണിച്ചാൽ പോരാ, 24 ഗുണിക്കണം. എക്സിന് 100 ഗുണിച്ചാൽ 100x മൈനസ് 24 100 ഗുണിച്ചാൽ മൈനസ് 2400. അപ്പം 75x സമം 100x മൈനസ് 2400. ഇനി നമുക്ക് ഈ 75x ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, ഈ മൈനസ് 2400 അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. മൈനസ് 2400 സമത്തിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണെന്നറിയോ? അത് പ്ലസ് 2400 എന്നായി മാറും. അതായത് 2400 സമം ഈ 75x സമത്തിന്റെ ഇങ്ങോട്ടേക്ക് വരുമ്പം അത് മൈനസ് ആയി മാറും. 100x മൈനസ് 75x. 100x നിന്ന് 75x കുറച്ചാൽ എത്ര വരും? 25x. അതായത് 2400 സമം 25x. 2400 സമം 25x ആണെങ്കിൽ എക്സിന്റെ വില എത്രയാണ്? 2400/25, അതായത് 96. 2400നെ 25 കൊണ്ട് ഹരിച്ചാൽ 96 കിട്ടും. അതാണ് എക്സ് സംഖ്യ ഇവിടെ ചോദിച്ചത്. ഇനി നമുക്ക് ഈ 96 എന്ന സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ പ്രകാരം ഉത്തരം കിട്ടും നോക്കുക അല്ലേ? അതായത് ഒരു സംഖ്യയുടെ 25%, അതായത് 96ന്റെ 25% എത്രയാ? 24. 96ന്റെ 20% സമം 24. ആ സംഖ്യയുടെ 1/3 96ന്റെ 1/3 എത്രയാ? 32 അല്ലേ? 32നേക്കാൾ 8 കുറവാണ്. 32ൽ നിന്ന് 8 കുറച്ചത് എത്രയാ? 24 തന്നെ. അപ്പൊ ഉത്തരം എത്രയാണ്? 96 സംഖ്യ എക്സ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. -2 ഇൻറ്റു 3/2 സമം എത്ര? ഒന്നുകൂടെ, -2 ഇൻറ്റു 3/2 എത്ര? 4 ഓപ്ഷൻസ് ഉണ്ട്. 6/4, 3/4, 2/4, 4/4. ആ ചോദ്യം എഴുതാൻ പോവാണ്. -2 ഇൻറ്റു 3/2 ഈ -2 എന്നുള്ളത് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ⁴ ആണ്. ⁴ വരുമ്പോൾ അതെന്താണ്? അതൊരു ഇരട്ട സംഖ്യയാണ് അല്ലേ? ഇതൊരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് എപ്പോഴും ഒരു നെഗറ്റീവ് സംഖ്യയുടെ കൃത്യംഗമായി ഒരു ഇരട്ട സംഖ്യ വന്നാൽ അത് പോസിറ്റീവ് ആണ്. -2 ഇൻറ്റു -2 എത്രയാ? അത് +4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ -2/4 എന്ന് പറഞ്ഞാൽ അത് 2/4 തന്നെയാണ്. അപ്പൊ ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? 2/4 ഇൻറ്റു 3/4/2/4.
3/2 or raised to 4 എന്ന് പറഞ്ഞാൽ 3/4 by 2/4. ഈ raised to 4 ഇതിന് ബാധകമാണ്, ഇതിനും ബാധകമാണ്. ഓക്കെ, ഇനി 2/4 2/4 കട്ട്. ബാക്കി എന്തുണ്ട്? 3/4. നമ്മുടെ ഓപ്ഷൻസിലെ 3/4 ഉണ്ട്. അതാണ് അതിൻ്റെ ഉത്തരം.